കർത്താവിൻ്റെ മേശയിലേക്ക് കരങ്ങളെ നീട്ടാം. റോമാലേഖനം 6:3 വായിക്കുന്നു. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം നമ്മുടെ മുമ്പില് കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ കാണിക്കുന്ന ആ യാഗത്തെ കാണിക്കുന്ന അപ്പവും വീഞ്ഞും നമ്മുടെ മുമ്പിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അപ്പവും വീഞ്ഞും, ഈ അപ്പത്തിലും വീഞ്ഞിലും നമ്മളെ പങ്കാളികളാക്കി തീർക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്താണ്? ആ വിശ്വാസം എന്താണ് പറയുന്നത്? ആ വിശ്വാസം പറയുന്ന ഇതാണ്: യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ആ ക്രൂശിൽ കിടന്നത് ഞാനാണ്. ആ ക്രൂശിൽ യാഗമായി തീർന്നത് ഞാനാണ്. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ പാപിയാണ് ശരിക്കും മരിക്കേണ്ടത്, അല്ലെ? പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ പാപിയല്ലേ ശരിക്കും മരിക്കണ്ടേ? പീലാത്തോസിന്റെയും മുഴുവൻ നീതിനായ കോടതിയുടെ മുമ്പിൽ അവനെ ഹാജരാക്കിയപ്പോ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. അപ്പൊ യേശുവിന്റെ മരണം യേശുവിന്റെ പാപത്തിന്റെ ശമ്പളമല്ല, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശമ്പളമായ മരണമാണ് അവൻ ശരീരത്തിൽ വഹിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം എന്ന് പറയുമ്പം സഹതാപത്തോടെ യേശുവിനെ നോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. നിസ്സഹായനായി, ഒന്നും ചെയ്യാനാവാതെ തകർന്നവനായി, നിസ്സഹായനായി കിടക്കുന്ന, മറ്റുള്ളവരാലുള്ള ആക്ഷേപം, നീ ദൈവപുത്രനെങ്കിൽ നീ താഴെ വാ, അതെല്ലാം കേൾക്കേണ്ടി വന്നത് അവൻ കാരണമല്ല, നമ്മളുടെ പാപത്തിന്റെ ശമ്പളമായിരുന്നു യേശു വഹിച്ചത്. അപ്പൊ ക്രൂശിൽ കിടക്കേണ്ടതാരായിരുന്നു? മരണശിക്ഷ അനുഭവിക്കേണ്ടതാരായിരുന്നു? ഞാനും നിങ്ങളുമായിരുന്നു. പക്ഷേ അത് അനുഭവിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം യേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, യേശുവിന്റെ കൂടെ ഞാൻ മരിച്ചു, ഇനി ഞാനില്ല, ഇനി ഞാനല്ല, ഇനി യേശു ആണെന്നുള്ളതാണ് യേശുവിലുള്ള വിശ്വാസം. നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാട് വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ എങ്ങനെയാണ് ഈ പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ, അല്ലെ? അപ്പൊ എങ്ങനെയാണ് പാപസംബന്ധമായി മരിക്കുക? ഞാനും നിങ്ങളും മരിച്ചിട്ടില്ല, നമ്മളെല്ലാവരും ജീവനോടെ ഇവിടെ ഇരിക്കുക. അപ്പൊ ഈ പാപസംബന്ധമായി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ ജീവിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? ജീവിക്കാൻ പറ്റുമോ? ഒരാള് പാപസംബന്ധമായിട്ട് മരിച്ചു എന്ന് വെച്ചാൽ, ഇന്ന കാരണം കൊണ്ട് ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. അയാൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ കാണൂ, നമ്മുടെ അയൽവക്കത്ത് ഒരാൾ മരിച്ചു, എന്തെങ്കിലും കാരണം കൊണ്ടാന്ന് വിചാരിച്ചു, പിറ്റേ ദിവസം രാവിലെ അയാൾ കാണൂ? ഇല്ലല്ലോ.
അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ വീണ്ടും ജനിച്ച ഒരാള് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് പാപം ഒരാൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണം? പാപം ഒരാൾ ചെയ്യുക എന്ന് പറയുന്നത്, പാപം നമ്മളെ കാണിച്ചു തരുന്നത് ന്യായപ്രമാണമാണ്, കൽപ്പനകളാണ്. കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോൾ, ശ്രമിക്കുമ്പോൾ നമ്മളിലെ പാപമാണ് എന്ത് വരുന്നത്? തെളിഞ്ഞു വരുന്നത് അല്ലേ? അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇപ്പൊ ഒരു അന്യന്റെ ഒരു വസ്തു കണ്ട് മോഹിക്കുമ്പോൾ, ആ കൽപ്പന ഓർക്കുമ്പോൾ നമ്മളിൽ എന്താ വരുന്നേ? പാപമല്ലേ വരുന്നേ? അന്യന്റെ വസ്തു മോഹിക്കുമ്പോൾ നീ പാപിയാന്നല്ലേ പറയുന്നേ, കൽപ്പന പറയുന്നേ. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണോ ചോദിക്കുന്നത്? ഇനി പാപം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പാപമോചകൻ നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞു. അപ്പൊ രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഇതാണ്, ഒരു നാൾ വരുതെന്നാ പറയണേ. ഇനി നിങ്ങൾ പാപത്തിൽ തുടരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇനി പാപത്തിൽ തുടരുകയാണെങ്കിൽ നിങ്ങൾ എന്തിന് കീഴിലാണ്? ന്യായപ്രമാണത്തിന് കീഴിലാണ്. നിങ്ങൾ ഒരു പ്രമാണത്തിന് കീഴിലാണ്. നമ്മൾ സാധാരണയായി സഭയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിൽ പോകുമ്പോൾ നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം, അല്ലേ? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം, പ്രമാണം അനുസരിക്കണം. അപ്പൊ നമ്മളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന പ്രമാണം ഏതാ? കൽപ്പന ഏതാ? പഴയ നിയമത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അല്ലേ? കല്ലിൽ കൊത്തി കൊടുത്ത മോശയ്ക്ക് കൊടുത്ത പ്രമാണവും കൽപ്പനയല്ലേ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നേ? അതല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പലപ്പോഴും അനുസരിക്കാനായി ശ്രമിക്കുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്നതല്ലേ? എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രമാണം ഏതാ? ആദ്യം മുതലേ ഉള്ള ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് യോഹന്നാൻ നമ്മളോട് പറയുന്നുണ്ട്. ആ കൽപ്പന ഏതാ? സ്നേഹം എന്നുള്ള കൽപ്പനയാണ്. സ്നേഹത്തിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞു. ആ കൽപ്പനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കീറാമുട്ടിയാണ്. അത് നമുക്ക് നമ്മുടെ ശക്തിയാൽ കഴിയില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നേ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. രണ്ടാം വാക്യത്തിൽ പറയുന്നത് എന്നാ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോ ഒന്നാമത് പാപസംബന്ധമായി മരിച്ചു. അത് മാത്രവുമല്ല, പിന്നെ എന്നാ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പൊ ഈ വാക്യം നമ്മൾ നോക്കിയ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയ, അത് മാത്രവുമല്ല, ഡബിൾ കാര്യമാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം ആ കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ട് അത് മാത്രവുമല്ല, നമ്മൾ പറയാറില്ലേ, അത് മാത്രവുമല്ല അവിടെ ആ ആളില്ല, അതിന്റെ ലക്ഷണങ്ങളെ പോയി, അവിടെ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ പാപസംബന്ധമായി മരിച്ചവരായ നാം എങ്ങനെയാണ് അതിൽ ജീവിക്കുന്നത്? ഏതിൽ ജീവിക്കുന്നത്? പാപത്തിൽ ജീവിക്കുന്നത്. പിന്നെ അല്ല എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. അപ്പൊ ഈ രണ്ടാം വാക്യം പറയുന്നത് നാം പാപസംബന്ധമായി മരിച്ചു എന്നാ. നാം എങ്ങനെയാ പാപസംബന്ധമായി മരിക്കുന്നത്?
യേശു ക്രിസ്തു എന്ത് സംബന്ധമായി മരിച്ചത്? പാപസംബന്ധമായി മരിച്ചത് അല്ലേ? യേശു ക്രിസ്തു വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ മരിച്ചത്? അല്ല. യേശു ക്രിസ്തു മരിച്ചത് പാപം സംബന്ധമായിട്ടാണ് മരിച്ചത്. അപ്പം യേശു ക്രിസ്തു അങ്ങനെ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ യേശു മരിച്ചത് പാപസംബന്ധമായ. അപ്പൊ ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോ ഞാൻ ആരിൽ മരിച്ചു? ഞാൻ യേശുവിൽ മരിച്ചു. അപ്പൊ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് അത്ര ശക്തമാണ്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് അത്ര ആഴമാണ്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് പാപത്തിന്റെ ആധിപത്യത്തിനെതിരെയുള്ള അത്രമായ ശക്തമായ ഒരു കാര്യമാണ് എന്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പൊ പാപസംബന്ധമായി മരിച്ചു. അപ്പൊ എന്റെ ഫെയ്ത്ത് എത്രമാത്രം പവർഫുൾ ആണ്. വീണ്ടും നമ്മൾ പാപത്തിൽ തുടരുകയാണെങ്കിൽ ഈ കൃപയാലുള്ള ഈ വിശ്വാസം നമ്മളിൽ അങ്ങ് രൂഢമൂലമായിട്ടില്ല. അതേക്കുറിച്ചുള്ള ഒരു ആഴം നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഒരു പെരിഫറൽ അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു ഫെയ്ത്ത്, വിശ്വസിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്ന, വിശ്വസിക്കുമ്പോൾ വിടുതൽ കിട്ടുന്ന, വിശ്വസിക്കുമ്പോൾ ഉയർച്ച കിട്ടുന്ന, വിശ്വസിക്കുമ്പോൾ മാനം കിട്ടുന്ന, വിശ്വസിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ ഉപരിതലത്തിലുള്ള ലൗകികമായ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു ഫെയ്ത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല ഉള്ളത്, അത് മറ്റെല്ലാവർക്കും ഉണ്ട്, മറ്റു മതങ്ങളിലുള്ളവർക്കും ഉണ്ട്. പക്ഷെ ഈ ഫെയ്ത്ത് യുണീക്കാണ്, വേറെ എങ്ങും ഇല്ലാത്തതാണ്. ഇത് ക്രിസ്തുവിൽ മാത്രമുള്ളതാണ്. പാപത്തെ ജയിക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസം അത് എവിടെ മാത്രമേ ഉള്ളൂ? അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ പാപസംബന്ധമായി മരിച്ചു. ഈ പാപസംബന്ധമായി മരിക്കാന്ന് പറയുമ്പം അത് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ന്യായപ്രമാണം സംബന്ധമായും കൂടെയാണ് മരിച്ചത്. അപ്പൊ പാപസംബന്ധമായി മരിച്ച ഞാൻ എങ്ങനെയാ പാപത്തിൽ തുടരുന്നത്? അപ്പൊ എന്റെ ഫെയ്ത്തിന്റെ ആഴം എത്രയാണ്? ആത്മാവ് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വെളിപാട് തരുമ്പോഴാണ് ഈ വാതിലുകള് ഹൃദയക്കണ്ണ് തുറന്നിട്ട് ഈ ദൈവവചനം വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളിലേക്ക് ആത്മാവ് നമ്മളെ പ്രവേശിക്കുമ്പോഴാണ് പാപത്തിന്റെ മേലുള്ള ജയം നമുക്ക് സാധ്യമായി തീരുന്നത്. അപ്പൊ ഒന്നാമത് യേശു ക്രിസ്തു മരിച്ചപ്പം അവൻ പാപസംബന്ധമായി മരിച്ചു. ആ വിശ്വാസം എനിക്ക് ദൈവം കൃപയാൽ ദാനമായി തന്നപ്പം ഞാനും പാപസംബന്ധമായി മരിച്ചു. ഞാനും പാപസംബന്ധമായി മരിച്ചു. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആചാരപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ സ്വാഭാവികമായി ഒന്നുകിൽ അയാളെ കുഴിച്ചിടും, അല്ലെങ്കിൽ അയാളെ കത്തിച്ചു കളയും. അപ്പം ഒരാൾ മരിച്ചു, അയാൾ മരിച്ചു എന്നതിന്റെ തെളിവായിട്ട് നമ്മൾ ആ ഡെഡ് ബോഡി എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുവരും, എല്ലാരെയും കാണിക്കും, ദേ മരിച്ചു. മരിച്ച ആള് എന്ത് ചെയ്യും? മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ കുഴിച്ചിടും, അല്ലേ? അപ്പൊ അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു, അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ എന്ന് പറഞ്ഞ എന്നാ? ഏതെങ്കിലും സംഘടനയോട് ചേരാനാണോ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ആ ചേരൽ എങ്ങോട്ടാണ്? അവന്റെ മരണത്തിലേക്ക് ചേരുവാനാണ്. അവന്റെ മരണത്തിലേക്ക് ചേർന്നാലല്ലേ എനിക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ, ഇല്ലേ? എനിക്ക് ആ മരണം കൊണ്ടുള്ള പ്രയോജനം എനിക്ക് കിട്ടണമെങ്കിൽ അവന്റെ മരണത്തോട് നമ്മൾ ചേരണം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും
അപ്പൊ സ്നാനമേക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്തെങ്കിലും ഈ ലോകത്തിന്റെ നന്മ കിട്ടാൻ വേണ്ടിയാണോ? ക്രിസ്ത്യാനിയായി തീരാൻ വേണ്ടിയാണോ? സഭയിൽ ചേരാൻ വേണ്ടിയാണോ? ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കാൻ വേണ്ടിയാ, ഒന്നായി തീരാൻ വേണ്ടിയാ. ആ മരണത്തിന്റെ ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടിയാ, അതിന്റെ പാർട്ട്ണർ ആവാൻ വേണ്ടിയാ. പാർട്ട്ണർഷിപ്പ് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ സ്നാനപ്പെടുക. സത്യത്തിൽ സ്നാനപ്പെടുമ്പം ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യവും നമുക്ക് ആർക്കും അത്ര ആഴമായി കാണണമെന്നില്ല. പക്ഷെ ദൈവവചനം എന്താ പറയുന്നേ? ഒരു ഈ ഈ ഈ പാപം നിറഞ്ഞിരിക്കുന്ന ഭൂമിയില്, പാപം വസിക്കുന്ന ഒരു ശരീരത്തില് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക. നമുക്കിവിടെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ വിളി എന്തായിത്തീരാനാ? നമ്മുടെ വിളി ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടി ഉള്ള വിളിയാ. പാപം നിറഞ്ഞ ലോകത്തില് പാപം വസിക്കുന്ന ഒരു ശരീരത്തിൽ ഇരുന്ന് നമുക്ക് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന, വിശ്വാസം എന്ന് പറയുന്ന ദൈവം വെളിപ്പെടുത്തി തന്ന ഈ സംഗതി നമുക്ക് വേണം. അപ്പൊ ഈ സ്നാനത്തിൽ എനിക്ക് എന്നാ സംഭവിക്കുന്നത്? എന്നെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. അപ്പൊ പാപസംബന്ധമായി മരിച്ചു. യേശുക്രിസ്തു മരിച്ചപ്പോൾ സ്നാനത്തിൽ മരിച്ച എന്നെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. അപ്പം മരിച്ചത് എങ്ങനെയാ? വിശ്വാസത്താലാ ഞാൻ അറിയുന്നത്, അല്ല? യേശുക്രിസ്തു മരിച്ചത് കാഴ്ചയാൽ അറിയുന്ന ഈ ലോകത്തിലെ എത്രായിരം കോടി ആൾക്കാർ യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടിയാ മരിച്ചതെന്ന് അവര് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കത് വിശ്വാസമായി പരിണമിച്ചില്ല. വിശ്വാസമായി പരിണമിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? ആത്മാവിനെ, വാഗ്ദത്തം ലഭിക്കുന്നത്. അവരാണ് വീണ്ടും ജനന അനുഭവം, ആത്മാവിലേക്ക് ദൈവത്തിന്റെ ദൈവിക ജീവൻ വരുന്ന അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നത്, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞുകൂടാത്തതും മഹിമയുള്ളതുമായ ആനന്ദത്താൽ നമ്മൾ സന്തോഷിക്കുന്നു. അത് വിശ്വാസം ദൈവം നമുക്ക് ദാനമായി തന്നു. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ചു. അവന്റെ ആ മരണത്തോടെ ഏകീഭവിക്കാൻ വേണ്ടി ഞാൻ മരിച്ച ആളെ എന്ത് ചെയ്യും? കുഴിച്ചിടും. അപ്പൊ എന്റെ സ്നാനത്തിൽ ഞാൻ ആളുകളുടെ മുമ്പിൽ നിന്ന് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോ ഞാൻ എന്താ പ്രഖ്യാപിക്കുന്നത്? ഇതാ, ഞാൻ യേശുക്രിസ്തുവിന്റെ മരണത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നു. എല്ലാരും കാണെ ഞാൻ ചത്തിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കാൻ തോന്നുമ്പം ഞാൻ ഓർക്കും, ഈ ആളുകളുടെ എല്ലാം മുമ്പില് ഞാൻ ചെത്തതാണല്ലോ, എന്റെ മരണത്തിന് തെളിവുണ്ടല്ലോ. ഞാൻ രഹസ്യത്തിലല്ല സ്നാനപ്പെടുന്നത്. നമ്മുടെ എല്ലാം ആരെങ്കിലും മരിച്ചപ്പോ അടക്കിയപ്പം എന്തുണ്ടായിരുന്നു? കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നയാള് മരിച്ചു. നിങ്ങൾ പറയുവാണ്, എന്റെ മുത്തച്ഛൻ, എന്റെ വല്യച്ഛൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തെളിവുണ്ട്, ഇന്ന സ്ഥലത്ത് അടക്കിയിരിക്കുന്നു, മരണം, ജനനം എല്ലാം നമ്മൾ പറയും. അല്ലെ, ആൾക്കാർ കൂടെ സാക്ഷികളുണ്ട്. അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ആരോടുകൂടെ കുഴിച്ചിടപ്പെട്ടു? യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു.
ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നാം ജീവന്റെ പുതുക്കത്തിൽ, ആത്മാവിന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെയാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ജീവൻ, ക്രിസ്തുവിന്റെ ജീവനിൽ നടക്കുക, ക്രിസ്തുവിന്റെ ജീവനിലുള്ള വാഴ്ച, ക്രിസ്തുവിന്റെ ജീവനിൽ നമ്മൾ ജീവിക്കുക. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവനാലുള്ള ജീവിതത്തിലൂടെ അതിനെ നേരിട്ട് ജയം പ്രാപിച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് രക്ഷയെ ലക്ഷ്യമാക്കി യാത്രയാകുകയാണ്. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയിലേക്ക് നമ്മൾ സ്റ്റെപ്പായിട്ട് നടന്ന് നീങ്ങുകയാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. അപ്പൊ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ, നമ്മൾ സ്നാനത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏകീഭവിച്ചവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. 6-ാം വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ എന്നാ? നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. അപ്പൊ പാപത്തിന് അടിമപ്പെടുത്തുന്ന എന്താണ്? ഒരു പാപ ശരീരമാണ്. അപ്പൊ നമ്മള് കർത്താവേ നീ വിടിവിക്കണമേ, വിടിവിക്കണമേ, എന്റെ പാപത്തിൽ നിന്ന് വിടിവിക്കണമേ എന്നും പറഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചാലും ഈ സാധനം അങ്ങനെ നിൽക്കും. കാരണം നമ്മൾ സത്യം അറിയണം. സത്യം അറിയുകയും സത്യം നമ്മളെ എന്ത് ചെയ്യും? സ്വതന്ത്രമാക്കും. സത്യം എന്താ? നമ്മൾ യേശുവിന്റെ കൂടെ ഈ പാപശരീരം മരിച്ചു എന്നുള്ളതാണ്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മളിൽ പാപം ചെയ്യുന്ന ആദാമ്യ മനുഷ്യൻ, ആ ആദാമ്യ ജീവൻ എന്ത് സംഭവിച്ചു? ആദാമ്യ ജീവൻ എന്ത് സംഭവിച്ചു? യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചവൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിന്റെ ആഴം പോന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്തിന്റെ ആഴം ആത്മരക്ഷയിലേക്ക് മാത്രമല്ല, നമ്മുടെ ദേഹിയുടെ രക്ഷയിലേക്ക് കടന്നു വരണം. കണ്ടോ? ഈ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നേ? വിശ്വാസത്താൽ അറിയുന്നേ. ഇതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ ബ്രദറെ, എന്റെ പഴവിധ പാപത്തിന്റെ സാന്നിധ്യം എന്നിലുണ്ട്. ബ്രദറെ, എങ്ങനെ എനിക്ക് പുറത്ത് കടക്കാം? ഈ ചോദ്യത്തിന്റെ പുറകിൽ, ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു ടാക്ടിക്, എന്തെങ്കിലും ഒരു തന്ത്രമുണ്ടോ? എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടോ ഇതിന്റെ പുറത്ത് കടക്കാൻ? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാമോന്നാ നിങ്ങൾ ചോദിക്കുന്നേ. പക്ഷെ ഒരു ഐഡിയയില്ല, ഒരു തന്ത്രവുമില്ല, ഒരു മന്ത്രവുമില്ല, ഒരു മാർഗവുമില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ. അതെന്താ? ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ അല്ലാതെ ഈ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയില്ല. വിശ്വാസത്തിലൂടെയാണ് നമ്മൾ അതിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. 8-ാം വാക്യം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല,
കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. മരണത്തിന് ഇനി കർത്തൃത്വമില്ല. ഈ മരണം നമ്മളിൽ കർത്തൃത്വം നടത്തുന്നതിന് ഒരു കാരണം വേണം, അല്ലേ? ഒരു കാരണം വേണ്ടേ? നമ്മളിൽ മരണം കർത്തൃത്വം നടത്താൻ ഒരു കാരണം വേണം. ആ കാരണം എന്താ? പാപം. പാപം. ഇപ്പൊ ഉദാഹരണം പറയാണ്, നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കഴിഞ്ഞാൽ കടുക് എന്ത് ചെയ്യും? പൊട്ടും. അപ്പൊ കടുക് പൊട്ടാൻ എന്ത് വേണം? എണ്ണ വേണം, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ മരണത്തിന് ഒരാളുടെ മേൽ കർത്തൃത്വം നടത്തുന്നതിന് ഒരു കാരണം വേണം. ആ കാരണം എന്താണ്? പാപമാണ്. ഇനി പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. കാരണം പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്താത്തതിന്റെ കാരണം എന്താ? നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി മരിച്ചു എന്ന് നാം അറിഞ്ഞാൽ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയില്ല. എങ്ങനെയാണ് അറിയുന്നത്? തിയറിറ്റിക്കലായിട്ടാണോ അറിയുന്നത്? ഒരു ഇൻഫർമേഷൻ ആയിട്ടാണോ നിങ്ങൾ അറിയുന്നത്? അങ്ങനെ അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. വിശ്വാസത്താൽ, വെളിപാടിനാൽ നമ്മൾ അറിയണം. അങ്ങനെ അറിയുമ്പോൾ ഈ പാപത്തിന്റെ കർത്തൃത്വം, ഈ മരണം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. മരണത്തിന് അവന്റെ മേൽ, അതായത് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. യേശു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. യേശു മരിച്ചു. പിതാവിന്റെ മഹിമയാൽ പിതാവ് അവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പിതാവ് അവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച പിന്നെ അവൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? നമ്മളെല്ലാരും മരിച്ചു. മരിച്ച ആൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. വേറൊരാൾ വന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ പിന്നെ ആർക്ക് വേണ്ടിയാ നിങ്ങൾ ജീവിക്കണ്ടേ? ആൾക്ക് വേണ്ടിയല്ല ജീവിക്കണ്ടേ. കാരണം നിങ്ങൾക്ക് ആർക്കും ജീവനില്ലായിരുന്നു, എനിക്കും ജീവനില്ലായിരുന്നു. യേശു മരിച്ചു. പിതാവിന്റെ മഹിമയാൽ അവൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ആത്മാവിന്റെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയാണ്. അവൻ ജീവിക്കുന്നു, ദൈവത്തിനും ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ എണ്ണണം. എങ്ങനെ എണ്ണുന്നേ? എണ്ണാൻ അറിയാമല്ലോ, അല്ലേ? 1, 2, 3 അങ്ങനെയല്ലേ എണ്ണുന്നേ? അങ്ങനെ എണ്ണിയാ പറ്റുമോ? അത് വിശ്വാസത്താൽ കൗണ്ട് ചെയ്യാനാ പറയുന്നേ. അവിടെ ഞാൻ ചുമ്മാ ഇങ്ങനെ എണ്ണുവാന്നല്ല ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. കാരണം എങ്ങനെയാ കൗണ്ട് ചെയ്യണേ? യേശു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. മരിച്ചത് കൊണ്ട് ഇനി അതിന്റെ മേൽ മരണത്തിന് അവന്റെ മേൽ കർത്തൃത്വം ഇല്ല. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും. യേശു മരിച്ചപ്പോൾ നിങ്ങൾ മരിച്ചു, യേശുവിനോട് കൂടെ മരിച്ചു. അപ്പൊ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. ഇനി പാപത്തിന് എന്തില്ല? നമ്മുടെ മേൽ കർത്തൃത്വമില്ല. നമ്മുടെ കടങ്ങളെല്ലാം എന്ത് ചെയ്തു? യേശു കർത്താവ് കൊടുത്തു തീർത്തു. ഇനി ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ പറയണം. എന്താ പറയണ്ടേ? എന്റെ കടം വേറൊരാൾ കൊടുത്തു തീർത്തു, അടച്ചു. എനിക്ക് മുദ്രപേപ്പർ, അല്ലെങ്കിൽ എന്റെ മുദ്രപേപ്പർ ബാങ്കിൽ വെച്ചത് വീട്ടിലിരിപ്പുണ്ട്, ഇതാണ് എന്റെ മുദ്രപേപ്പർ എന്ന് ഞാൻ പറയില്ലേ? ബാങ്കിൽ നിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വീണ്ടും നമ്മൾ കൊണ്ട് അടയ്ക്കുവോ? ഇല്ല. അപ്പൊ യേശു ഒരിക്കലായി നമ്മുടെ കടമെല്ലാം കൊടുത്തു തീർത്തു. പാപസംബന്ധമായി അവൻ മരിച്ചു.
ഇനി പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല, മരണത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. കർത്തൃത്വം എല്ലാം എന്ത് ചെയ്തു? എടുത്തു മാറ്റപ്പെട്ടു. ആരാണ് എടുത്തു മാറ്റപ്പെടാൻ കാരണം? യേശു കർത്താവിന്റെ കാൽവരി ക്രൂശിലെ യാഗമാണ് അതെല്ലാം മാറ്റിയെടുക്കാൻ കാരണം. അവണ്ണം നമ്മളും, യേശുക്രിസ്തു പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും യേശു മരിച്ചപ്പോൾ ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്താൽ എന്നും, ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും, യേശുക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. യേശു ജീവിച്ചതുപോലെ ഹല്ലേലൂയ ഒരു ജീവിതം ജീവിക്കുവാൻ ആത്മാവിൽ ദൈവം നമുക്ക് സത്യങ്ങളെ തുറന്നു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി യേശു കർത്താവ് ക്രൂശിലെ യാഗമായി തീർന്നിരിക്കുകയാണ്. അവന്റെ യാഗത്തെ ഓർത്ത് ആ യാഗത്തിൽ നമ്മൾ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വീണ്ടും ഈ കർത്തൃമേശ ഒരുക്കി അവന്റെ മരണത്തെ ഓർക്കാൻ, അവന്റെ ആ അടക്കത്തെ ഓർക്കാൻ, അവന്റെ ഉത്ഥാനത്തെ ഓർക്കാൻ, നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർക്കാൻ, നമുക്ക് ജീവൻ തന്ന കർത്താവിനെ ഓർക്കാൻ വീണ്ടും ദൈവം നമുക്ക് ഒരവസരം കൂടി തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും